ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാമ്പാറാണ്, ഉള്ളി സാമ്പാറാണ്. പെട്ടെന്ന് തയ്യാറാക്കാം. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഉള്ളി ഇതുപോലെ കണ്ടോ, ചെറിയ ഉള്ളി ഒരു 10-20 എണ്ണം ഇങ്ങനെ 4ആയിട്ട് കീറിയതാണ്. കണ്ടില്ലേ, ഇതുപോലെയാണ്. അത് നീളത്തിലാണ് അരിയേണ്ടത്. പിന്നെ ഒരു ചെറിയ ബൗളിൽ തുവരപ്പരിപ്പ്, സാമ്പാർ പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, കറിവേപ്പില, ചുവന്ന മുളക്, പച്ചമുളക്, കടുക് 1 നുള്ള്, ജീരകം 1 നുള്ള്. ആദ്യം ഈ പരിപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വയ്ക്കാം നമുക്ക്. എന്നിട്ട് അത് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കണം. പുളി ഉണ്ടല്ലോ, അത് നമുക്ക് പിഴിഞ്ഞ് വയ്ക്കാം. ചെറിയ പുളി അനുസരിച്ചിട്ട് ഞാനിവിടെ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തേക്കുന്നത്. അത് വെള്ളത്തിൽ നമുക്ക് കലക്കി വയ്ക്കാം. അപ്പം നമ്മൾ ആദ്യം സാമ്പാർ പരിപ്പ് വേവിച്ചു. പിന്നെ പുളി പിഴിഞ്ഞ് വയ്ക്കുകയാണ്. ഇതൊരു ഉള്ളിയും സാമ്പാർ പരിപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ചേർക്കുന്ന സാധനങ്ങളാണ്. കഷ്ണം എന്ന് പറയാൻ വേറെ ഒന്നുമില്ല, എളുപ്പമാണ്. ഉള്ളിയും ഞാനിവിടെ വേവിച്ച് വച്ചേക്കാണ്. കണ്ടില്ലേ, ഇതുപോലെ ഒരു വിസിലടിച്ചാൽ മതിയോ, അത് വേവും. കുക്കറിലിട്ടാണെങ്കിൽ നമുക്ക് പാനിൽ എണ്ണ ഒഴിക്കാം. എണ്ണയൊക്കെ നിങ്ങളുടെ ആവശ്യം പോലെ. ഞാനിവിടെ ഏകദേശം 2 സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ടു. കടുക് 1 നുള്ളു മതിയാവും. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ജീരകമാണ് ഇടേണ്ടത്. അതിലേക്ക് ജീരകം ഇട്ടു. ഇനി മുളക്, ചുവന്ന മുളക് ഒരെണ്ണം കീറി ഇടുകയാണ്. ഇവിടെ എന്നും ഉണ്ടാക്കുന്നൊരു സാധനമാണ് കേട്ടോ സാമ്പാർ. എൻ്റെ മോനെ എപ്പോഴും വേണ്ട. രാവിലെ ദോശയ്ക്ക്, ഉച്ചയ്ക്ക് ചോറിന്, വൈകിട്ട് ചോറ് എന്താണെന്ന് വെച്ചാൽ അതിലെല്ലാം സാമ്പാറുണ്ട്. അപ്പം ഞങ്ങൾ എന്നും സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പം ചിലപ്പോൾ കഷ്ണമില്ലെങ്കിൽ ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കും. പക്ഷേ ആ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. എളുപ്പമാണ് ഉണ്ടാക്കാൻ. സാമ്പാറില്ലാത്ത ദിവസം ഇല്ല ഇവിടെ. ഞങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആദ്യമേ ഞാൻ ഫോൺ വിളിച്ചു പറയും, അതെ കുറച്ച് സാമ്പാർ വച്ചേക്കണേ, ചോറ് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് സാമ്പാർ വച്ചേക്കണേ എന്നാണ് ഞാൻ വിളിച്ച് പറയണേ. അങ്ങനെ സാമ്പാർ ഞങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ്. നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇട്ടു. മല്ലിപ്പൊടി എത്രയാണ്, ഇപ്പോൾ 1 സ്പൂൺ മുളക് പൊടിയാണെങ്കിൽ 2 സ്പൂൺ മല്ലിപ്പൊടി. ഞാനിവിടെ 1.5 സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു മുളക് പൊടി. അപ്പം മല്ലിപ്പൊടി 3. ഇനി സാമ്പാർ പൊടി കുറച്ച് എരിവുള്ളതാണ് കേട്ടോ, അപ്പോൾ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഒരു സ്പൂണോളേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി ഒരല്പം. ഇത്ര ഇട്ടിട്ട് നമുക്ക് അതൊന്ന് ഇളക്കിയെടുക്കാം. കരിയാൻ പാടില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആദ്യം പരിപ്പ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചേക്കണ പരിപ്പുണ്ടല്ലോ, അത് ഇട്ട് നന്നായിട്ട് ഇളക്കുക. എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ഉള്ളിയും ഇടാം. ഉള്ളി ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്.
ഉപ്പ് വേവിച്ച വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അത് ഒഴിക്കും, അല്ലാണ്ട് വെള്ളം ഉണ്ടെങ്കിൽ ഒഴിച്ചാലും മതി. ഞാൻ ഏകദേശം 1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം നിങ്ങളുടെ ആവശ്യത്തിന്. ഞാനൊരു പച്ചമുളക് അവസാനം ഇടുകയാണ്. പിന്നെ ഏറ്റവും അവസാനം പുളി ഒഴിക്കാം. സാമ്പാർ തയ്യാറായി കഴിഞ്ഞു. എളുപ്പമല്ലേ? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നാളെ കാണാം. ബൈ.